കേരളത്തിലെ യോഗി വിരുദ്ധർക്കും മോദി വിരുദ്ധർക്കുമൊക്കെ കുറച്ച് പ്രശ്നമുണ്ടാക്കുന്ന ഒരു വിവരത്തിലേക്കാണ് പോകുന്നത്. ജവാർ എന്ന വിമാനത്താവളം. ഈ വിമാനത്താവളവും കുറച്ച് മുസ്ലിം കർഷകരും ഇപ്പോൾ യോഗി ആദിത്യനാഥിനെ കണ്ടാൽ കാലിൽ വീണ് വണങ്ങുമത്രേ. അതെന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം, ഒരിക്കൽ വളരെയധികം ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ഈ കർഷകർ അവരിന്ന് ധനികരാണ്. അവരെ അങ്ങനെ ആക്കിയത് യോഗി ആദിത്യനാഥാണ്. എങ്ങനെയാണ് ജവാർ എന്ന ഒരു കുഗ്രാമം, ആ കുഗ്രാമത്തിലെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കൈവശം വച്ചിരുന്ന കർഷകർ ഇന്ന് അവരുടെ ദാരിദ്ര്യകാലം കഴിഞ്ഞ് ഒരു ധനികർ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? ഈ കർഷകരിൽ നിന്നും ആയിരക്കണക്കിന് ഏക്കർ ഇവരുടെ ഭൂമി വാങ്ങി യോഗി ആദിത്യനാഥ് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം പണിതു. എന്തുകൊണ്ടാണ് അന്ന് ഭൂമി വിട്ടുകൊടുക്കാൻ മടിച്ച കർഷകർ യോഗി ഇപ്പോൾ വാഴ്ത്തിപ്പാടുന്നത്? അതിനുത്തരം നമുക്കൊരു വിമാനയാത്രയിൽ നിന്ന് തുടങ്ങാം. ജൂൺ 16-ാം തീയതി ജവാർ വിമാനത്താവളത്തിലെ കന്നി യാത്രാ വിമാനം വഹിച്ചത് ജവാർ കർഷക ഗ്രാമത്തിലെ 172 കർഷകരെയായിരുന്നു. അതിൽ നല്ലൊരു പങ്ക് മുസ്ലിം കർഷകരാണ്. ഒരിക്കൽ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ഇവരെല്ലാം ഇന്ന് സമ്പന്നർ. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് അവർ വിമാനത്തിൽ മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയത്. ഈ ചടങ്ങിൽ പദ്ധതിയുടെ ആദ്യ ദിനങ്ങൾ യോഗി ആദിത്യനാഥ് ഓർമ്മിച്ചു. ജവാറിൽ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശം സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ചതിന് ശേഷം ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിക്കാൻ ഉദ്യോഗസ്ഥർക്ക് 100 ദിവസത്തെ സമയമാണ് യോഗി ആദിത്യനാഥ് നൽകിയത്. 100 ദിവസത്തിന് ശേഷം ഒരു പുരോഗതിയും ഉണ്ടാകാത്തപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് യോഗി ആദിത്യനാഥ് അന്വേഷിച്ചു. കർഷകർ അവരുടെ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇത് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ധരിപ്പിച്ചു. ഞാൻ 100 കർഷകരെ കണ്ടു. ഇതിനുശേഷം വിമാനത്താവള നിർദ്ദേശത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഗ്രേറ്റർ നോയിഡയിലെ ഗൗതം ബുദ്ധ സർവകലാശാലയിൽ ഏകദേശം 100ഓളം കർഷകരുമായി യോഗി കൂടിക്കാഴ്ച നടത്തി. ഒരു വിമാനത്താവളം നിർമ്മിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് കർഷകരോട് പറഞ്ഞപ്പോൾ അവർ അവരുടെ ഭൂമി വിട്ടുകൊടുക്കില്ല എന്ന് തീർത്തും വ്യക്തമാക്കി. ഈ പദ്ധതി ഈ പ്രദേശത്തിന്റെ വിധി മാറ്റും എന്ന് കർഷകരോട് യോഗി വിശദീകരിച്ചു. നിർദ്ദേശം പരിഗണിക്കാൻ അവർക്ക് 1 മണിക്കൂർ സമയം നൽകുകയും ചെയ്തു. 1 മണിക്കൂറിന് ശേഷം എന്ത് സംഭവിച്ചു? 1 മണിക്കൂറിന് ശേഷം ഈ കർഷകർ ഭൂമി നൽകാം എന്ന് സമ്മതിക്കുകയായിരുന്നു. കർഷകർ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായതിന് കാരണം യോഗി സർക്കാർ മുന്നോട്ട് വെച്ച ആകർഷകമായ ഓഫറായിരുന്നു. ചതുരശ്ര മീറ്ററിന് 4300 രൂപ വെച്ചാണ് നൽകിയത്. ഇതോടെ കർഷകരൊക്കെ കോടീശ്വരന്മാരായി മാറി. അവർ മണിമാളികകൾ പണിതു. അവരുടെ ജീവിതശൈലി പാടെ മെച്ചപ്പെട്ടു. ഇതോടെ അവർ ജവാർ വിമാനത്താവളത്തെയും എങ്ങനെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം അവിടെ കൊണ്ടുവന്ന യോഗിയെയും വാഴ്ത്തുകയാണ് ഇപ്പോൾ. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആയാലും അത് കേരളത്തിലെ ചിലരുടെ കണ്ണിലെ കരടാണ് അവരൊക്കെ. കാരണം അവർ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നു, അവർ ഹിന്ദുത്വത്തെ കൂടുതൽ വാഴ്ത്തുന്നു, ഹിന്ദുത്വത്തിനോടൊപ്പം നിൽക്കുന്നു. ഇതൊക്കെയാണ് ഇവരെ വെറുക്കാൻ കേരളത്തിലുള്ള ചിലരൊക്കെ കാണുന്ന ചില കാരണങ്ങൾ. എന്തായാലും നമ്മളിവിടെ പറയേണ്ടുന്ന ഒരു കാര്യം, മുസ്ലിങ്ങളായ നിരവധി കർഷകർ ഈ വിഭാഗത്തിലുണ്ടായിരുന്നു. ഈ തങ്ങളുടെ ഭൂമി കൊടുത്ത് സർക്കാരിൽ നിന്നുള്ള കാശ് വാങ്ങിച്ച് ധനികരായവരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളായ കുറച്ചു പേരുണ്ടായിരുന്നു. അവരിൽ പലരും യോഗി ആദിത്യനാഥിന്റെ ഈ ഒരു പ്രവൃത്തിയെ വളരെ പ്രശംസിക്കുകയാണ് ഇപ്പോൾ. കാരണം ഒരുപാട് പേർക്ക് വെറുതെ കിടന്ന അവരുടെ ഭൂമി കാശായി മാറി. അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു. അവരുടെ നേരെ ഇപ്പോൾ കൈ ചൂണ്ടാൻ ആരുമില്ല. യോഗി ആദിത്യനാഥ് എടുത്ത ഒരു തീരുമാനത്തിലൂടെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളവും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലുള്ള സാധാരണ നിലയിൽ കഴിഞ്ഞിരുന്ന കുറേയധികം ആളുകളുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളുമാണ് കൊണ്ടുവന്നത്. അങ്ങനെയുള്ളൊരു ദീർഘവീക്ഷണത്തെ അവർ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? എന്തായാലും ചിലരൊക്കെ എന്തൊക്കെ വന്നാലും പഠിക്കുകയില്ല. അവരുടെ കണ്ണിൽ ചില കാഴ്ചകൾ മാത്രമേ കാണുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് കർമാക്സ്.